ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ബോംബിട്ട് ഗസയിൽ 28 പാലസ്തീനികളും തെക്കൻ ലെബനോനിലെ പലസ്തീൻ ക്യാമ്പിൽ 15 പേരും കൊല്ലപ്പെട്ടുവെന്ന വാർത്ത വരുന്നുണ്ട്. ഗസയിൽ ഇസ്രയേൽ സൈന്യത്തിന് നേരെ വെടിവെച്ചതിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രയേൽ സേന ബോംബിട്ടത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ പി ജെയിംസ് ചേർന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ് എസ് കെ. ഗുഡ് മോർണിംഗ്. പി ജെയിംസ്, നമ്മൾ ഒരു ദിവസം ഈ ഒരു പരിപാടിയിൽ യുദ്ധം എന്നുള്ള സംഭവമൊന്നും ഇല്ല. പി ജെയിംസ് എന്ത് ചെയ്യും? ഒരുപാട് വാർത്തകളുണ്ട് എസ് കെ. യഥാർത്ഥത്തിൽ ഈ യുദ്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് വിഷയങ്ങൾ പ്രധാനമായിട്ട് എടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ട്രംപ് തന്നെ ഒരുപാട് വാർത്തകൾ തരുന്നുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പാകിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാനിൽ, ലാറ്റിൻ അമേരിക്കയിൽ, ആഫ്രിക്കയിലെ സുഡാനിൽ, ഇനി എവിടെയൊക്കെ വേണം എസ് കെന് വാർത്ത? ഇഷ്ടം പോലെ വാർത്തയുണ്ട്. അപ്പോൾ ഇസ്രായേലിലേക്ക് പോകുമ്പോൾ എസ് കെ ഈ വെടിനിർത്തൽ കരാറുകൾ വളരെ ബ്ലൈറ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ നഗ്നമായിട്ട് ലംഘിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് കാണുന്നത്. ഒരു ഭാഗത്ത് ഇസ്രായേൽ പറയുന്നു ഇസ്രായേൽ സൈന്യത്തിന് നേരെ വെടിവെച്ചു, പക്ഷെ ആരും കൊല്ലപ്പെട്ടിട്ടില്ല, ആർക്കും മുറിവേറ്റിട്ടില്ല. പക്ഷെ എന്തായാലും അതൊരു തൊടുന്യായമായി കണ്ട് ഇസ്രായേൽ അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. അവിടുത്തെ ബോംബർ വിമാനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഗസയിൽ മരണം വിതയ്ക്കുകയായിരുന്നു. 28 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിൽ നിരവധി കുട്ടികളും സ്ത്രീകളുമുണ്ട്. ഒരുപക്ഷെ കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അത്യന്തം ന്യൂനപക്ഷം പ്രേക്ഷകർ വലിയ ഒരു പരിഹാസ ചിരിയോടെയാണ് കാണുന്നത്. സ്വന്തം അമ്മമാരും പെങ്ങന്മാരും എന്നത് ബാധിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി ഉണ്ടാവില്ല. എന്തായാലും സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടു എന്നുള്ളത് യുദ്ധത്തിൽ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഒരു യുദ്ധത്തിൻ്റെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആ നാട്ടിലെ അല്ലെങ്കിൽ ആ രാജ്യത്തെ നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും തന്നെയാണ്. അപ്പം അതുകൊണ്ട് അത് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ തെക്കൻ ലെബനനിൽ ഇസ്രായേലി ബോംബർ വിമാനങ്ങൾ നടത്തിയ ആക്രമണത്തിൽ പാലസ്തീൻ ക്യാമ്പുണ്ട്, അവിടെ നടത്തിയ ആക്രമണത്തിൽ 15 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. നൂറുകണക്കിന് ആൾക്കാർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെടിനിർത്തൽ, അമേരിക്ക കൊണ്ടുവന്ന വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പം തന്നെ 300ഓളം പേർ കഴിഞ്ഞ 40 ദിവസത്തെ വെടിനിർത്തലിനിടയിൽ ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് ഈ ഒരു ദിവസം ഇത്ര പേർ കൊല്ലപ്പെടുന്ന ഒരു പക്ഷേ കഴിഞ്ഞ 40 ദിവസത്തിനുള്ളിൽ ആദ്യമായിട്ടായിരിക്കും. ഒറ്റയടിക്ക്, അതും ബോംബർ വിമാനങ്ങൾ. നേരത്തെ ഇവർ ഷെല്ലിങ്ങിലും അതിലൊക്കെയാണ് ആൾക്കാർ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ബോംബർ വിമാനങ്ങൾ തന്നെ വെടിനിർത്തലിന് ശേഷം അറ്റാക്ക് നടത്തിയിരിക്കുന്നു. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു തരത്തിൽ പറഞ്ഞാൽ അമേരിക്കയുടെ ചില നിലപാടുകൾ, സൗദി അറേബ്യയ്ക്ക് F-35 യുദ്ധവിമാനങ്ങൾ നൽകുന്നു. ഇസ്രായേൽ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തതാണ് സൗദി അറേബ്യയ്ക്കും തുർക്കിക്കും UAE-ക്കും ഒക്കെ F-35 വിമാനങ്ങൾ കൊടുക്കാനുള്ള നീക്കത്തെ. അപ്പോൾ ഒരുപക്ഷെ അമേരിക്ക കൊണ്ടുവന്ന വെടിനിർത്തലിനോടുള്ള ഒരു കലഹം കൂടിയാണോ ഇതൊന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും വലിയൊരു അറ്റാക്ക് നടത്തേണ്ട കാര്യം അവിടെ ഇല്ല. അപ്പോൾ എന്തായാലും എസ് കെ അത് കൂടുതൽ ഇതിലേക്ക് പോകുന്നു. മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി സിറിയയുടെ പ്രദേശങ്ങളിലേക്ക് വിസിറ്റ് നടത്തിയിരിക്കുന്നു. ഇസ്രായേലിൽ നിന്ന് അവർ അതിർത്തികളാണ് അവിടെ നടത്തിയതിനെതിരെ UN രംഗത്ത് വന്നിരിക്കുന്നു. അറബ് രാജ്യങ്ങൾ, തുർക്കി, അതുപോലെ തന്നെ ജോർദൻ അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു. എസ് കെ യുക്രൈനിലെ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ 3 കുട്ടികളടക്കം 25 പേർ മരിച്ചു എന്ന വാർത്ത വരുന്നുണ്ടല്ലോ. മാത്രമല്ല, അമേരിക്കയും റഷ്യയും തമ്മിൽ ചില രഹസ്യ ചർച്ച നടത്തുന്നു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ. ഇതിനകത്ത് യുക്രൈൻ ആയിരിക്കും പരിക്ക് പറ്റുക എന്ന രീതിയിലുള്ള വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ, തീർച്ചയായിട്ടും ഇവിടെ ഒരു ഭാഗത്ത് റഷ്യയുടെ വലിയ ആക്രമണം നടക്കുകയാണ്. ടെർണിപ്പോൾ എന്ന പ്രദേശത്ത്, യുക്രൈൻ്റെ പ്രദേശത്ത് നടത്തിയ ആക്രമണത്തിൽ 3 കുട്ടികളടക്കം 25 പേരാണ് കൊല്ലപ്പെട്ടത്. മിസൈല് 510 ഡ്രോണുകളാണ് അയച്ചത്, നിരവധി മിസൈലുകൾ. അത് പല ഭാഗങ്ങളിൽ, യുക്രൈൻ്റെ തലസ്ഥാനമായിട്ടുള്ള കീവിലടക്കം. കീവ് ഇപ്പോൾ കാര്യമായി അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തെക്കൻ യുക്രൈനിലും കിഴക്കൻ യുക്രൈനിലും വലിയ രീതിയിലുള്ള പോരാട്ടം തന്നെ നടക്കുകയാണ്. പൊക്രോസ്ക് എന്ന നഗരം പിടിച്ചെടുക്കാൻ വലിയ മുന്നേറ്റമാണ് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായി രഹസ്യ ചർച്ച നടത്തുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. റഷ്യ അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും 28 ഇന സമാധാന പദ്ധതി, ഗസയിൽ അത് 20 ആയിരുന്നു, ഇവിടെ 28 ഇന സമാധാന പദ്ധതി ട്രംപ് തയ്യാറാക്കി അയച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, അതുകൊണ്ടാണ് യുക്രൈനോട് സംസാരിക്കാതെ ഇവർ തമ്മിലാണ് രഹസ്യ ചർച്ച നടക്കുന്നത്. ഉക്രൈൻ്റെ പല പ്രദേശങ്ങളും റഷ്യക്ക് വിട്ടുകൊടുക്കണമെന്നാണ് സമാധാന പദ്ധതി ഉള്ളത്. അത് സമ്മതിച്ചില്ലെങ്കിൽ ട്രംപ് കണ്ണുരുട്ടി കാണിക്കും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് അമേരിക്കയിലും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ട്രംപ് ഒരു പക്ഷേ ഈ രീതിയിൽ ഓൾ ഔട്ടായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കാരണം എപ്സ്റ്റീൻ ഫയലുകളിൽ ഈ മണിക്കൂറുകളിൽ ഒപ്പുവെക്കേണ്ടി വന്നു ട്രംപിന്. അപ്പോൾ ട്രംപ് വല്ലാതെ ഇതിലാണ്. കാരണം എപ്സ്റ്റീൻ്റെ ആയിരക്കണക്കിന് ഡോക്യുമെൻറ്റുകൾ പുറത്തു വന്നാൽ, ഈ ലൈംഗിക പീഡകനായുള്ള എപ്സ്റ്റീനും ട്രംപും തമ്മിലുള്ള ബന്ധം പുറത്തു വന്നാൽ ഒരുപക്ഷെ ട്രംപിനത് ഈ വാട്ടർ ഗേറ്റ് സ്കാൻഡൽ പോലെയോ മറ്റ് സ്കാൻഡൽ പോലെയോ അത് വലിയ പ്രശ്നമായി തീർന്നേക്കാം. അതുകൊണ്ട് തന്നെ ട്രംപ് ഉക്രൈൻ യുദ്ധം
നിർബന്ധിച്ച് നിർത്താൻ നോക്കുന്നു. ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ഇസ്രായേൽ കലഹിച്ച് പുറത്താവുന്നു എന്ന് മാത്രമല്ല വലിയൊരു ആക്ഷേപം കൂടി പുറത്തു വരുന്നുണ്ട് എസ്കെൻ. ഈ ട്രംപിൻ്റെ എതിരെയുള്ള ഈ എപ്സ്റ്റീൻ ഫയലുകൾ പൊക്കിയെടുത്തതിന് പിന്നിൽ എലോൺ മസ്കിൻ്റെ പേരൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ മൊസാദ് ആണെന്നുള്ളൊരു പ്രചരണം വ്യാപകമായി നടക്കുന്നുണ്ട്. നേരത്തെ ബിൽ ക്ലിൻ്റൺ ഈ ലൈംഗികാപവാദ കേസിൽപ്പെട്ടപ്പോൾ മോണിക്ക ലുവൻസ്കി കേസ് പൊക്കിക്കൊണ്ടുവന്നതിൻ്റെ പിന്നിലും ഇസ്രായേലിൻ്റെ മൊസാദ് ആയിരുന്നു എന്നുള്ള ആരോപണം. ഇസ്രായേലിന് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ലോബി അമേരിക്കൻ കോൺഗ്രസിൽ അതിശക്തമാണ്. ഇത്തവണയും ട്രംപിന് പറ്റാതാണ്. ട്രംപിൻ്റെ പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തിന് എതിരെ തിരിഞ്ഞു. വോട്ടെടുപ്പിൽ പാസ്സാവുമെന്ന് കണ്ടപ്പോൾ ട്രംപ് ഒപ്പിടാൻ നിർബന്ധിതമായി. ട്രംപ് കളം മാറ്റി ചവിട്ടിയതിന് പിന്തുണയ്ക്കേണ്ടി വന്നു. എസ്കെ ഓക്കെ, താങ്ക് യു വിപി ജെയിംസ്. ഇനി നമുക്ക് നാളെ കാണാം. വിപി ജെയിംസ് അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.